എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് ക്വാട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജൂലൈ 1-ാം തീയതിക്കകം അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ളതും കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പോർട്സ് സപ്ലിമെൻ്ററി റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിന്നും റാങ്ക് ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ 2 പേജുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജൂലൈ 1-ാം തീയതിക്കകം അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരുന്നാൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലെ ലാസ്റ്റ് അലോട്ട്മെൻറ്റാണ്, അതായത് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഒരു അലോട്ട്മെൻറ്റ് മാത്രമാണ് സ്പോർട്സ് കോട്ടയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടത്. പെർമനൻറ്റ് അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് അഡ്മിഷന് വേണ്ടി ഹാജരാക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓരോ സ്കൂളിലെയും നിങ്ങളുടെ കാറ്റഗറി തിരിച്ചുള്ള ലാസ്റ്റ് റാങ്ക് വിവരങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. സ്പോർട്സ് കോട്ടയിലെ അവസാനത്തെ അലോട്ട്മെൻറ്റാണിത്. ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂലൈ 1-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുൻപായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ 1-ാമത്തെ പേജിൽ ഹാജരാക്കുന്ന രേഖകളുടെ വിവരങ്ങളും പഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന 2-ാം ഭാഷയും രേഖപ്പെടുത്തി വിദ്യാർത്ഥിയും രക്ഷകർത്താവും ഒപ്പുവെച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ യോഗ്യതാ സർട്ടിഫിക്കറ്റ്, അതായത് SSLC സർട്ടിഫിക്കറ്റ് അതില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കോപ്പി മതി, മാർക്ക് ലിസ്റ്റ് മതി. അത് ജസ്റ്റ് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ നിങ്ങളുടെ TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, സ്കോർ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള, അതായത് നിങ്ങൾ സ്കോർ കാർഡിനായിട്ട് നിങ്ങൾ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, സ്പോർട്സിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഹാജരാക്കേണ്ടതാണ്. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ബന്ധപ്പെട്ട ബോർഡുകളിൽ നിന്നും ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രവേശനത്തിനായിട്ട് വിദ്യാർത്ഥികൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് സ്കൂളിൽ നിന്നും വെബ്സൈറ്റ് വഴി നിങ്ങൾ ആ ഒരു റിസൾട്ട് SSLC റിസൾട്ട് പരിശോധിക്കുന്നതായിരിക്കും. അതുപോലെ പ്രവേശന സമയത്ത് TCയുടെയും അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ നിർബന്ധമായിട്ടും ഹാജരാക്കിയിരിക്കണം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 1-ാം തീയതി വൈകിട്ട് 4 മണി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.